ഇന്ന് ഭാരതത്തിലെ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞൻ സതീഷ് ധവാന്റെ ചരമദിനം. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഒരു ഹിന്ദു കുടുംബത്തിൽ 1920 സെപ്റ്റംബർ 25-നായിരുന്നു സതീഷ് ധവാന്റെ ജനനം. ഇന്ത്യയിലും അമേരിക്കയിലുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ തദ്ദേശീയമായ വികസനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ഇൻസാറ്റ്, IRS, PSLV എന്നിവയുടെ വികസനത്തിന് ആവശ്യമായ ഗവേഷണ പഠനവും പരീക്ഷണങ്ങളും സതീഷ് ധവാന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. 1951 ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായ സതീഷ് ധവാൻ 1962 അവിടെ ഡയറക്ടറായി നിയമിതനായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ ഏഷ്യയിലെ ഏറ്റവും മികച്ച ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നാക്കി മാറ്റിയത് സതീഷ് ധവാനാണ്. ഇന്ത്യയിലെ പരീക്ഷണ ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ പിതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും ചലനം, പൈപ്പുകൾ വഴിയുള്ള ജലത്തിന്റെയും പെട്രോളിയത്തിന്റെയും മറ്റും ഒഴുക്കുകൾ, കാലാവസ്ഥാ പ്രവചനം എന്നിവ നിർണ്ണയിക്കുന്നതിൽ ഇതിന് പ്രധാന പങ്കുണ്ട്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ രാജ്യത്തെ ആദ്യത്തെ സൂപ്പർസോണിക് വിൻഡ് ടണൽ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ്. ശബ്ദാതിവേഗ പരീക്ഷണങ്ങൾക്കും ഉയർന്ന വേഗതയിൽ വായുവിന്റെ പ്രവർത്തനങ്ങൾ പഠിക്കുവാനും അത്യന്താപേക്ഷിതമാണ് ഇത്. വിക്രം സാരാഭായ്ക്കും MGK മേനോനും ശേഷം ISRO ചെയർമാനായിരുന്ന ധവാന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. ഉപഗ്രഹ സാങ്കേതിക വിദ്യ കൃഷിക്കും സാമ്പത്തിക രംഗത്തിനും സഹായകമാകുന്ന മറ്റു മേഖലകൾക്കും വിദൂര വിദ്യാഭ്യാസത്തിനും ഉപകാരപ്രദമാകണമെന്നായിരുന്നു സതീഷ് ധവാന്റെ ആഗ്രഹവും ലക്ഷ്യവും. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായി സേവനമനുഷ്ഠിച്ചത് സതീഷ് ധവാനാണ്. 12 വർഷം ഇസ്രോയുടെ ചെയർമാനായിരുന്ന ധവാനാണ് ഇസ്രോയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ. ഇസ്രോയെ ലോകത്തെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും മുന്നിൽ എത്തിക്കുന്നതിൽ ധവാൻ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. സതീഷ് ധവാനോടുള്ള ബഹുമാനാർത്ഥം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകി. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെയും ISROയുടെയും ചെയർമാനായിരുന്നു. ഡോക്ടർ അബ്ദുൽ കലാമിനെ ഏറെ പ്രചോദിപ്പിച്ച ശാസ്ത്രജ്ഞനായിരുന്നു സതീഷ് ധവാൻ. 1971 പത്മഭൂഷണും 1981 പത്മവിഭൂഷണും നൽകി രാജ്യം സതീഷ് ധവാനെ ആദരിച്ചു. 2002 ജനുവരി 3 സതീഷ് ധവാൻ അന്തരിച്ചു.